വീണ്ടും വന്നു കേട്ടോ. അപ്പം വന്ന് നല്ലൊരു വിഷമത്തിലാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നല്ല മഴയും രാത്രിയായിപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഒരു മോളനോട് ഒരു കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ എല്ലാ ദിവസവും ഒരേ ഡ്രസ്സില്ല, മിക്ക ദിവസവും ഒരേ ഉടുപ്പുകളൊക്കെയാണല്ലോ കാണുന്നതെന്ന്. അമ്മ അധികം ഡ്രസ്സുകൾ ഉപയോഗിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ സാധാരണ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾക്കറിയാലോ. അപ്പം വീട്ടിലിടുന്ന ഡ്രസ്സുകൾ എന്ന് പറയുന്നത് എനിക്ക് ആകെ 2 ഉടുപ്പായിട്ട് നൈറ്റി ആയിട്ട് 2 ഉള്ളൂ. അപ്പോൾ ആ ഡ്രസ്സോളം ഇട്ടിട്ടാണ് ഞാൻ വീട്ടിൽ ചെയ്യുന്നത്. ചുരിദാറുകളുണ്ട്, അതായത് കടയിൽ പോകുന്ന ചുരിദാറുകൾ ഇഷ്ടം പോലെ ബാക്കി വരുന്നത് നമുക്കുണ്ട്. അത് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് അത് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ ഞാൻ ഈ ഉടുപ്പുകൾ 2 മാറി മാറിയിട്ടിട്ടാണ് അധികവും വീഡിയോകൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോകൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ മോള് പറഞ്ഞു എന്നോട്, മാള് പറഞ്ഞു കമൻറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും വായിച്ചിരുന്നു അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉടുപ്പുകൾ ഇട്ടിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയ്ക്കും ഇതിങ്ങനെ വരുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മോള് പറഞ്ഞു 2 ഉടുപ്പ് എൻ്റെ കൊണ്ടപ്പോൾ അമ്മ അതിട്ടിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഈ 2 ഉടുപ്പുണ്ടെങ്കിൽ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടാ. സോറി, അമ്മ അധികം നല്ല പുതിയ ഡ്രസ്സുകൾ എടുക്കാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ സങ്കടമായ കാര്യം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നല്ല കാറ്റും മഴയായിരുന്നു. അപ്പോൾ ഈ അപ്പുറത്തെ വീട്ടുകളിലത്തെ പപ്പന്മാരാണിത്. അത് നമ്മുടെ വീട്ടിലേക്ക് മറിഞ്ഞ് വീണത് ചെടിയുമ്പോൾ കൂടെയാണ് വീണത്. അപ്പോൾ അത് ചെടികൾ കുറേ നമ്മുടെ നഷ്ടപ്പെട്ടു. അതെനിക്ക് വലിയ വേദനയായി. അപ്പോൾ കഴിയുന്നതും ആളുകൾ മഴക്കാലം ആവുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തടസ്സമുള്ള മരങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേദനിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ എല്ലാവരോടായിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മളത് വെട്ടി മാറ്റി കൊടുക്കുന്നത് ഇത്തിരി നല്ലതായിരിക്കും. അത് എൻ്റെ ഒരു എല്ലാവരോടും കൂടി ഞാനൊന്നൊരു അപേക്ഷാസ്വരത്തിൽ പറയാണ്. കാരണം എനിക്കിത് ഭയങ്കര വേദന ഉണ്ടാക്കി. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടി അറിയിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ വെട്ടി മാറ്റി ഇവിടെ ക്ലിയർ ആക്കണം. ആ വശമൊക്കെ കണ്ട കുറേ ചെടികളും ചെടിച്ചട്ടികളൊക്കെ നമുക്ക് പൊട്ടി. അപ്പോൾ നമ്മൾ അത്രയും വെള്ളമില്ലാത്ത അവസ്ഥയിൽ നമ്മളിപ്പോൾ വേസ്റ്റ് വെള്ളം സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾ ഓരോ പാത്രത്തിൽ ഞാൻ കൊണ്ട് നനയ്ക്കുന്നത് കണ്ടിട്ടില്ലേ, അങ്ങനെ നനച്ചുണ്ടാക്കിയിട്ടുള്ള ചെടികളാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക്, അതുകൊണ്ടാണ് എത്തിയ. അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. അതൊക്കെ എങ്ങനെ വേണമെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ അവിടെ നിൽക്കുകയോ അല്ലെങ്കിൽ ഉണ്ടാവുകയോ അതൊക്കെ ചെയ്തോട്ടെ, അത് കുഴപ്പമില്ല. ചെടിയുടെ സ്ഥലത്തായതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാവുമ്പോൾ നമുക്കത് വേദന ഉണ്ടാക്കും. അപ്പോൾ ഇതേ നമ്മുടെ ഇവിടെ ഒരുവിധ ആ ചേട്ടൻ വന്ന് ക്ലിയർ ആക്കി പോയിട്ടാ. അവരുടെ അപ്പുറത്തുള്ളവരെ നടന്നവർ പപ്പക്കായും പപ്പന്മാരൊക്കെ എടുത്ത് പോയി. പക്ഷെ നമ്മളുടെ കുറേ സ്ഥലങ്ങൾ അലങ്കോലായി പോയിന്ന് മാത്രം. അപ്പോൾ അവർ ആ ചേട്ടായിൻ്റെ ആ മര്യാദ പറയുകയും ചെയ്തു കേട്ടാ. ചെടി ആ ചെടി എന്താണെന്ന് വെച്ചാൽ പോയിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അത് കുഴപ്പമില്ല, പോട്ടെ, കാറ്റത്ത് വന്ന ഒരു സംഭവമല്ലേ. പക്ഷെ കാറ്റ് ഊതുമ്പോൾ നമുക്ക് അതൊക്കെ ശ്രദ്ധിക്കാം കുറച്ചൊക്കെ. ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. പെട്ടെന്ന് ഒടിഞ്ഞു വീഴുന്ന മരങ്ങളില്ലേ, ഈ ഉഴുന്നുണ്ടി, പപ്പ, അങ്ങനത്തെ മരങ്ങളൊക്കെയാണ് ഈ അധികവും പെട്ടെന്ന് കാറ്റത്ത് ഒടിഞ്ഞു വീഴുന്ന മരങ്ങൾ. പിന്നെ പ്ലാവൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചില്ലടർന്ന് വീഴുന്നു വെച്ചിട്ടുണ്ടെങ്കിലും ഒടിഞ്ഞിങ്ങനെ തെങ്ങ് അതൊക്കെ കുറച്ചും തെങ്ങൊന്നും അധികം കേടുണ്ടെങ്കിലൊക്കെയാണ് നടു ഒടിഞ്ഞു വീഴുള്ളൂ, അല്ലാത്തൊന്നും വീഴില്ല. അപ്പം അങ്ങനത്തെയൊക്കെ നമ്മൾ വെക്കുമ്പോൾ, അതും പപ്പയുടെ കായ കണ്ടമാനം ഉണ്ടായിരുന്നേ. അപ്പോൾ അതിന് നല്ല വെയിറ്റ് അല്ലേ, അതുകൊണ്ടും കൂടിയാണ് നമ്മൾ കുറച്ചും കൂടി നീങ്ങി വന്നെങ്കിൽ നമ്മൾക്ക് ശരിക്കും നമ്മുടെ വീടുമിലേക്ക് എത്തും. നല്ല കാറ്റടിച്ചിട്ടാണ് അത് വരുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. ചെത്തിയൊക്കെ മുട്ടിട്ട് വരുന്നതായിരുന്നു, അതൊക്കെ ആകെ ഓടിഞ്ഞിങ്ങനെ ഇതായി. കുഴപ്പമില്ല, നമുക്കത് നമ്മൾക്ക് വീണ്ടും നല്ല ഇതിലേക്ക് വരാം. അതൊക്കെ ക്ലീൻ ചെയ്ത് വീണ്ടും ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാക്കാം. ഈ ചെടികളൊക്കെ നമ്മൾ ഓരോ കല കൊണ്ട് കുത്തിയതാ ഉണ്ടാ പടർന്നിങ്ങനെ പന്തലിച്ച്. ഒരു വട്ടം ഞാൻ ഇതൊക്കെ നുള്ളി ശ്രീയുടെ വീട്ടിൽ കൊണ്ട് കുഴിച്ചിട്ടു. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പൂവേണ്ടാവില്ല. ഇതൊക്കെ മറിഞ്ഞു വീണ ചട്ടികളാണ്, അതൊക്കെ അവിടെ കൊണ്ടുവയ്ക്കാൻ പോവാം. നമുക്ക് മുട്ട് വരുന്നുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് നീണ്ടുപോയി. ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. വലിയ തണ്ടുകളൊക്കെ ഇങ്ങനെ അറക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ വേറെ നടണം, അപ്പോഴാണ് നിറയെ പൂണ്ടാവുള്ളൂ. അതാണ്ടാണ് അമ്മയുടെ ചെടികളിൽ പൂണ്ടാവാത്തതെന്നാണ് സുജമോള് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ അറുത്ത് ഇവിടെ വയ്ക്കും. നടാൻ പറ്റിയ നടാം, അല്ലെങ്കിൽ മോള് വന്നിട്ട് നടും.
ചെറിയ കഷ്ണങ്ങളാക്കി നട്ടാൽ മതി എന്നാണ് പറയുന്ന ആൾ. കുറേ ഉണ്ട് വറുക്കാൻ. അതിൻ്റെ ചട്ടി കംപ്ലീറ്റ് തകർന്നു പോയി. അതൊന്ന് ഇത് വേണ്ട, ഇതിന് മാറ്റി വയ്ക്കണം. നമ്മൾ മുറിക്കാൻ പോവാ ഞാൻ. ബാക്കി പൊടിച്ച് വരട്ടെ. അപ്പോഴേ മുറിച്ച് കഴിഞ്ഞാലേ നമുക്കതിനൊരു പണിയുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങില്ല, അതായിരിക്കാം ഇട്ടാ ചിലപ്പോൾ. ഞാൻ മണ്ണൂട്ട് അതിൻ്റെ കടേനെ അടിയിലേക്കാക്കും. അപ്പോഴാണ് അത് പൂണ്ടാവാത്തതെന്നാണ് മോള് പറയുന്നത്. ഇത് അടീനിയത്തിൻ്റെ വിത്താട്ടത് കണ്ട. ഇതിൻ്റെ ഉള്ളിൽ നിറയെ വിത്തുണ്ടാവും. ഇതിലൊരു സുജമോള് പറഞ്ഞ് 19 തൈ ഉണ്ടാവുമെന്നാ. എനിക്ക് അങ്ങനെ അധികം വിത്തുണ്ടായില്ല. ആദ്യം ഒരു പ്രാവശ്യം വിത്തുണ്ടായി ഞാൻ പാവി കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് തൈക്കളൊന്നായിട്ട് മുളച്ചൊക്കെ വന്നു, പക്ഷെ അത് ശരിക്കും പിടിച്ചില്ല. അപ്പം അതവിടെ നിന്നോട്ടെ, അത് ഞാൻ മുറിക്കണില്ല. ഒരു മഴ പെയ്ത് എനിക്ക് കാടാവും. നാളെല്ലാം വലിയ കെട്ട് പറിച്ച് ഞാൻ ശ്രീയുടെ വീട്ടിൽ കൊണ്ട് നട്ടു. അരിഞ്ഞിട്ട് അരിഞ്ഞുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. കുറച്ചൊക്കെ ഉണ്ടാവും. പിന്നെ 10 മണിക്കല്ലേ വിരിയുന്നേ, ഞാൻ കാണാറുമില്ല. മണ്ണെടുത്ത് 4 ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇത് നമ്മുടെ അടീനിയത്തിനെ നടാം. ഇത് തല കളയുന്നതാണ്. തലയ്ക്ക് ഭയങ്കര വെയിറ്റാണ്. തല കളയണ്ട. തല കളഞ്ഞാൽ തലയിലും ഇതാക്കേണ്ടി വരും. അപ്പോൾ വെള്ളം വന്നേ ചെയ്യാണ്ടിരിക്കാനാണ്. എനിക്ക് ശരിക്കും അറിയില്ല കേട്ടാ. ചെയ്യാണ്ടിരിക്കാൻ ഇതിങ്ങനെ കാണിച്ചാൽ ശരിയാന്ന് പറയുന്നത്. ഇങ്ങനെ വെള്ളം വന്നിങ്ങനെ കന തലക്കി ഇത്തിരി കട്ട് ചെയ്ത് കളയാം. ഏത് കാലത്താണാവോ ഇതിൻ്റെ അല തിന്നിട്ട് ചത്തു എന്നൊക്കെ പറയാം. ഇത് ആ വർഗത്തിൽ പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിനി നമുക്ക് മഴ നനയാത്തോടത്ത് വെക്കണം. ഇതിനൊന്നാമത്തേൽ വെള്ളം അധികം വേണ്ടാത്ത ചെടിയാണ്. പിന്നെ ഇപ്പോൾ മഴക്കാലം ആയി തുടങ്ങുമ്പോഴാട്ടാണ് ഇത് ചെയ്യണത്. ഇത് കുറേ മഴയൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ആയിട്ടാണ് നിങ്ങളിലേക്ക് വരുള്ളൂ. ചിലപ്പോൾ ചോദിക്കും, ഒയ്യോ വീഡിയോ കാണുമ്പോഴേക്കും ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുള്ളോ ചോദിക്കും. ഇതല്ല കർക്കിടക മാസമായിട്ടാവും ചിലപ്പോഴേ. അങ്ങനെ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെയൊക്കെ ക്ലിയറാക്കി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ മഴ തുടങ്ങി. അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് കയറി. ഇനിയൊരു അത്താഴത്തിൻ്റെ ഒരു പരിപാടിയും കാപ്പിയുടെ പരിപാടിയൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ ചോറ് വയ്ക്കട്ടാണ് തന്നെ. വൈകുന്നേരം ഒരു നേരമാണ് നമ്മൾ ചോറ് വയ്ക്കുക. പകലിവിടെ എപ്പോഴും ഉണ്ടാവാറില്ലല്ലോ. കാലത്ത് അത് അങ്ങനെ തന്നെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ എടുത്തു കഴിഞ്ഞ് ബാക്കി അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ആവും നമുക്ക്. അങ്ങനെയാണ്. അച്ഛൻ വന്നു. എവിടെയായിരുന്നു പണി? ആനക്കല്ല്. ഓ മൂക്കൊക്കെ കണ്ട. വെയിൽ ഇന്ന് നല്ല ചൂട് തന്നെയായിരുന്നു അല്ലേ? അപ്പോഴേ ആനക്കല്ലിലാണ് പണിയാടുന്ന അച്ഛന്. കുറേ ആൾക്കാർ കാണാറുണ്ട്. കുറേ മെസ്സേജുകൾ അച്ഛന് വേണ്ടി വരാറുണ്ട് കേട്ടാ. കാടിയൊക്കെ പഠിക്കാണ്ട് കണ്ട പഞ്ചസാര പോലെയും മോപ്പൊക്കെ. അപ്പോൾ കുറേ കമൻറ്റുകൾ വരാറുണ്ട്. പാവച്ചനാന്ന്. പാവച്ചനാ എനിക്ക് അച്ഛന് തോന്നുന്നതല്ല അവർക്ക് തോന്നുന്നത്. പാവാണോ? പാവം തന്നെയാന്ന്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയലൊന്നുമില്ല. ആള് നേരം വെളുക്കും, പണിക്ക് പോയാൽ വീട്ടിലെത്തിയ അത്യാവശ്യം ഭക്ഷണം എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. വെള്ളം വരെ ചൂടാക്കി വെച്ചിട്ടുണ്ടാവും. അതെടുക്കും, കുളിക്കും, വന്നിരിക്കും, TV കാണും. ആളുടെ ഒരു ദിവസം അതാ. ആളുടെ ഒരു ദിവസമാണ് അത്. TV കാണും. ഇത്തിരി
പാട്ടീസ് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അതൊന്ന് ഇത്തിരി ഒരു പെങ്കൊക്കെ അടിക്കും. നല്ല ഭക്ഷണം ഉണ്ടാവും, ചിക്കനോ മീനോ എന്തെങ്കിലും ഒരു സാധനം എപ്പോഴും ചോറിൻ്റെ ഒരു വസ്തു ബാക്കിയുള്ള കൂട്ടാളികളുടെ ഇടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊക്കെ കഴിക്കും. സുഖമായിരുന്നു ടി വി കാണും. ഇപ്പം പിന്നെ മക്കളുള്ള കാരണം വളരെ ഹാപ്പിയാണ് ആള്, വളരെ ഹാപ്പി. 9 മണിയാകുമ്പോഴേക്കും സുജുമോനെ നോക്കിയിരിക്കും. സുജുമോ വന്നാൽ ആള് ഹാപ്പിയായി. മോൻ വരുമ്പോഴത്തേക്ക് കപ്പലണ്ടി കൊണ്ടുവരും, അത് എന്തിനും അച്ഛന് കൊടുക്കും, അത് കഴിക്കും. അങ്ങനെ നല്ലൊരു വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാത്ത ശാന്തമായ ഒരു ജീവിത രീതിയിൽ കൂടെ പോകുന്നു നമ്മുടെ വീട് പോട്ടാ. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയാം, എല്ലാ വീഡിയോയിലും ഇപ്പോൾ അതാണ് പറയുന്നത്. വീണ്ടും എങ്ങനെയായിരിക്കും എൻ്റെ അച്ഛൻ പിന്നെയും കുഴപ്പമില്ല, ഇത്തിരി ശാന്തനായ കാരണം ആ ടി വി കണ്ട് അങ്ങനെ അവിടെ ഒതുങ്ങിക്കൂടി ഇരിക്കും. ഞാൻ എൻ്റെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ നേരം ഇപ്പം അടിച്ചു വാരൽ കാര്യങ്ങളൊക്കെ ഇന്ന് സുജമോ വരാൻ ഞാൻ ഉള്ള കാരണം ഇവിടെ ഉള്ളത് കൊണ്ടാണ് അതൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ ഒക്കെ മോളാണ് ചെയ്യുക. എല്ലാ പണികളും ഒരു വിധമൊക്കെ എടുക്കും. കാലത്ത് എന്തെങ്കിലും ഈ ഷൂട്ടിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ വല്ല കറി കാലത്ത് അവൾ എണീറ്റ് വരാൻ ഇത്തിരി വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി വയ്ക്കലോ അത്രയ്ക്കൊക്കെ ഉള്ളൂ എനിക്കിപ്പോൾ പണികൾ. ബാക്കിയൊക്കെ പിന്നെ കാര്യമായിട്ടൊരു പണി ഇല്ല നമ്മുടെ വീട്ടിൽ. അങ്ങനെ വലിച്ചു വാരി ഇങ്ങനെ കഴിയാത്ത പണികളൊന്നുമില്ല. ഇത്തിരി എടുത്താലിങ്ങനെ പതുക്കെ എടുത്താലിങ്ങനെ കഴിയുന്ന കുറച്ച് പണികളുള്ളൂ. അപ്പോൾ അവളും സുഖമായിട്ട് നല്ല ഗുണ്ടുപണിയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ആള്. അപ്പോൾ എനിക്ക് ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ മോനൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അമ്മായി വെച്ചോറുണ്ട് വണ്ടം വെച്ചു എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഏതിലോ ഒരെണ്ണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല സന്തോഷത്തിൽ നമ്മൾ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, അരി ഇടാം നമുക്ക്. പിന്നെ അപ്പം അച്ഛനൊരു ലൈം ടീ കൊടുത്തു കഴിഞ്ഞാലേ മേല് ഇങ്ങനെ കോച്ചി പിടിക്കുക. അച്ഛൻ്റെ വിരലുകളൊക്കെ വെയിൽ കൊണ്ട് വിയർപ്പ് പോയിട്ടേ അപ്പം അതിനൊരു ആശ്വാസം കിട്ടും. അത് നല്ല ഇഷ്ടമാൾക്ക്. അപ്പം അതുണ്ടാക്കി കൊടുക്കട്ടെ കേട്ടാ. പണി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ലൈം ടീ കുടിക്കും, ഞാനും ചിലപ്പോൾ കുടിക്കും. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ അച്ഛന് ഈ കയ്യൊക്കെ ഇങ്ങനെ കോച്ചി പോവും വിയർപ്പ് പോയിട്ടേ. അപ്പോൾ അത് കുടിക്കും, ചൂട്ടോടെ അതിങ്ങനെ കുടിക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചോറ് അങ്ങനെ വെന്ത് വന്നു കേട്ടാ. അപ്പോൾ അത് ഇറക്കി നമുക്ക് ഇതിൽ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വെന്ത് കിട്ടും. കാപ്പിക്ക് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ അച്ഛന്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം അമ്മ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് അമ്മ ഉണ്ടാക്കുന്ന പലഹാരമൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ അധികം സാധനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, കുറച്ച് സാധനങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ചിക്കൻ കറി വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അയത്ത ചിക്കൻ കറി കഷ്ണമുള്ള ചിക്കനാണ്. അപ്പോൾ അത് മതി, കുറച്ച് മതി, ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രൈ ആയ ചിക്കൻ ഇല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചിക്കൻ സാധാരണ വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കില്ല, അങ്ങനെ എടുത്താലും മതി. പക്ഷേ ഈ ഡ്രൈ ആക്കി മസാലയൊക്കെ ചേർത്ത ചിക്കനാകുമ്പോൾ എരിവും ഉപ്പും ഇതൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായി. അതുകൊണ്ടല്ല കേട്ടോ, അങ്ങനെ ആയതുകൊണ്ടല്ല, മറ്റേതായാലും വറുത്തെടുക്കുമ്പോൾ ഉപ്പും മുളകൊക്കെ നല്ലോണം ആക്കിയിട്ട് തന്നെയാണല്ലോ ഓർക്കാം. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ എടുത്തു മാത്രം. അപ്പം അവസരത്തിനൊത്താണ് എൻ്റെ കാര്യങ്ങൾ നീക്കല്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒരുമിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 200 ഗ്രാം മൈദപ്പൊടി ഉണ്ടാവും എടുത്തിട്ടുണ്ട്. ഞാനൊരു ഉദ്ദേശം പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ശരിക്കും തൂക്കം നോക്കിയിട്ടൊന്നല്ല, അത്ര ഉണ്ടാവും എന്ന് വിചാരിക്കാം. അതിലേക്കൊരു ലേശം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം, കളറിനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഒരു നേരിയ എരിവും ഉണ്ടാവും. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ദോശമാവിൻ്റെ പരുവത്തിൽ അങ്ങോട്ട് കലക്കിയെടുക്കാം. നമുക്ക് നന്നായി കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കിയെടുത്തോളൂ. അപ്പോൾ അതേ മാവ് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊക്കെ ആ മൈദ, 2 മുട്ട, ഒരു തുണ്ട് കാശ്മീരി ചില്ലി, ഒരു നുള്ള് ആവശ്യത്തിനുള്ള ഉപ്പ് ഒക്കെ കൂടി മൈദമാവും കൂടി കൂട്ടിയെടുത്തതാണ് ഈ മാവ്. അതിൻ്റെ മാവ് തയ്യാറായി. ഇനി അതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാം നമുക്ക്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക.
ഉള്ളി സബോള ഉണ്ട് കേട്ടോ. ഉള്ളി കുറച്ചിന് മുകളിൽ കാണുന്നത് ഉള്ളിയാണ്, 2-3-4 ഉള്ളി, ബാക്കി ഒരു സബോള എടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ മാവ് എത്ര എണ്ണം നമ്മൾക്ക് എത്ര എണ്ണത്തിൻ്റെ ആവശ്യമുണ്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ എടുക്കാം കേട്ടോ. ഞാൻ ഈ മാവിനുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. അതിലേക്ക് നമ്മൾ ഒരു തുണ്ട് പച്ചമുളക് ഇഞ്ചി എടുത്തിട്ടുള്ളൂ. കാരണം എരിവ് അധികം വേണ്ട താനും തന്നെയല്ല, നമ്മൾ ഈ ചിക്കനിലൊക്കെ നല്ലോണം മുളകൊക്കെ ഇട്ടിട്ടാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് കാരണം അതൊന്നും അധികം എടുത്തില്ല. അപ്പോൾ അതൊന്ന് വാടി വരട്ടെ നല്ലോണം. അപ്പോൾ നമ്മുടെ സബോള ഒരുവിധം വാടിയൊക്കെ വന്നു. അപ്പോൾ അതിലേക്ക് നമുക്കൊരു തുണ്ട് മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം കാശ്മീരി ചില്ലിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒരുവിധം നല്ല ഇതായിട്ട് വന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ വേറൊരു സാധനം കൂടി ഇടുന്നുണ്ട്. കണ്ട ഇതെന്നിട്ടാണെന്നറിയോ, കാലത്തുണ്ടാക്കിയ നൂഡിൽസിൻ്റെ ഉപ്പുമാവാണ്. അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഈ നൂഡിൽസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ എൻ്റെ കയ്യിൽ അതാണുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ നൂഡിൽസിൻ്റെ ഈ ഉപ്പുമാവ് ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ അതിൽ ഉരുളക്കിഴങ്ങോ പിന്നെ നമ്മുടെ ബീൻസോ ക്യാരറ്റോ ഒക്കെ വേവിച്ച് നമുക്ക് ഇതിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതൊന്നും ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. ഈ നൂഡിൽസിൻ്റെ ഉപ്പുമാവ് ഇട്ടിട്ട് നമുക്ക് അത് ചിലവാകും ചെയ്യും. ഇതിലിട്ടുണ്ടാക്കുമ്പോൾ അത് ഭയങ്കര വെറൈറ്റി ആവും. അത് അമ്മേ നന്നായിട്ടുണ്ടല്ലോ എന്ന് ചിലപ്പോൾ പറയും കേട്ടോ. അപ്പോൾ തിന്നോക്കുമ്പോൾ നമുക്ക് ഞാനത് പിള്ളേരൊക്കെ തിന്നോക്കുമ്പോൾ പറഞ്ഞാൽ നമുക്കറിയാലോ, വീഡിയോയിൽ പറയും എന്തായാലും. രസം ഉണ്ടെങ്കിൽ തന്നെ രസം ഉണ്ടെന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ നമ്മളില്ല എന്ന് തന്നെ പറയും. ടേസ്റ്റ് ആയിട്ടില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ നമുക്കത് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് അമ്മ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ പച്ചമുളക് ഇഞ്ചി വേപ്പിൻ്റെ ഇലയൊക്കെ വളരെ വേപ്പിൻ്റെ ഇലയൊന്നും ഇട്ടിട്ടില്ല, അതൊന്നും ഇടാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ കണ്ട വേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ട്. പിന്നെ ചിക്കനിലും നമ്മളതൊക്കെ ഇട്ടിട്ടല്ലേ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇടാഞ്ഞത്. അപ്പോൾ നല്ലൊരു നൂഡിൽസായിട്ട് വന്നത്. ഇതിപ്പോൾ തന്നെ വെറുതെ തിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, എനിക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫില്ലിങ്സും ഇവിടെ ശരിയായിട്ടാ. ഒന്ന് നന്നായി ഒന്ന് മുരിഞ്ഞു വന്നോ, ഒന്ന് ചീഞ്ഞട്ടിക്ക് കിടന്നൊന്ന് ആയിക്കോട്ടെ. അപ്പോഴല്ലേ മറ്റേരിക്കും ആ ഇറച്ചിയിലൊരു ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. അപ്പോൾ ഒന്ന് ആവട്ടെ, ഒരു 2 മിനിറ്റ് നമുക്കിതിനെ കത്തിക്കാം. അപ്പോൾ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് ഇത് സബോളയൊക്കെ ചേർത്തതല്ലേ നമ്മൾ വീണ്ടും, അപ്പോൾ ഒത്തിരി ഉപ്പ് കുറവാണ്. ഞാൻ നോക്കിയത് ഇപ്പോഴാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ശരിക്കും പാകത്തിനുണ്ടെങ്കിലാണ് അത് രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞാൻ ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ സബോളയിലിട്ട് ഇളക്കേണ്ടതാണ് ശരിക്കും പറയുന്നത് ഉപ്പ് കിട്ടാം. അപ്പോഴാണ് അത് ശരിക്കും ഇതാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇറക്കി വയ്ക്കാം നമുക്ക്. അപ്പോൾ അത് ശരിയാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു തുണ്ട് വെളിച്ചെണ്ണ ഇങ്ങനെ ഞാൻ ആക്കി കൊടുക്കാം. പരത്തിയ കയ്യിലിൻ്റെ പാട് കാണണ്ടെന്ന് ചോദിച്ചിട്ടാട്ടോ അതങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ ആക്കണത്. അപ്പോൾ ഒന്ന് നല്ലോണം മുരിഞ്ഞതിന് ശേഷം മറിച്ചിടുന്നതാണ് നല്ലത്. ഇതിപ്പോൾ മുരിഞ്ഞോ എന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. ആയിട്ടില്ല, ഇത്തിരി കൂടി നന്നായി മുരിയണം. അപ്പോൾ നമ്മൾ മറിച്ചിട്ടത് ഒരുവിധമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. റോള് പോലെ തന്നെ അവർ ബ്രെഡും മറ്റു കാര്യങ്ങളൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. നമ്മളിത് നമ്മളോടുള്ള സാധനങ്ങൾ വെച്ചിട്ടാന്ന് മാത്രം. പിന്നെ ചില സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയാത്തത് ഉണ്ടാക്കിയാലേ ശരിയാവില്ല. മുമ്പൊക്കെ ഉണ്ടാക്കാറിയത് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇതാവുമ്പോൾ ആർക്കും ഉണ്ടാക്കാനും പഠിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. ഇത്തിരി ചൂടുണ്ട് കേട്ടോ, സൂക്ഷിച്ചാക്കുക. ഈ മാവനൊന്നേ ഇതിവിടെ ഇങ്ങനെ ഒന്ന് കാണിക്കുക. കാണിച്ചിട്ട് അവിടെ നിന്ന് അത് ഇങ്ങോട്ട് ഇങ്ങനെ മടക്കി അമ്പിച്ച് വയ്ക്കുക. കണ്ട, എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ മാവ് വേവും ചെയ്യും. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അടിവശത്തെ, അതുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ വന്നത്. നല്ലോണം മുരിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. വേണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമാണ്. പക്ഷേ അത്ര നമുക്കൊരു തൃപ്തി ഉണ്ടാവും, ശരിയായല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ മുകളിൽ ഒഴിച്ചിട്ട് മറിച്ചിടാം. മുട്ടയുള്ളത് കൊണ്ടേ
വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല ഇങ്ങനെ ഒരു മുട്ടയുടെ മുകളിൽ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല കനത്തിൽ വരുന്ന പോലെ തോന്നില്ലേ നമുക്ക്. അപ്പം അങ്ങനെയായിട്ട് വരും. അപ്പം അതിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ശരിക്കും പറയണെങ്കിൽ 4 ഉള്ളൂ കേട്ടോ അമ്മ എടുത്താൽ മാവിൻ്റെ. അത് നേരത്തെ തന്നെ ഒരെണ്ണം ചാടിപ്പോണ്ടാട്ടോ. വാ ഇതിൻ്റെ ഉള്ളിലിരുന്നോ. അവിടുത്തെ അപ്പോഴേക്കും വേഗാക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ മൈദ നമ്മൾ മുക്കി ആക്കി വെച്ചത് അങ്ങോട്ട് വെന്ത് പോകും. അപ്പോൾ പിന്നെ അങ്ങനെ ഒട്ടിയിരിക്കില്ല. അങ്ങനെ ഒട്ടി അങ്ങോട്ട് ഇരുന്നത്. ആ മാവ് നമ്മൾ ആക്കിയ മാവ് ഒന്ന് വേവണ്ടേ, അതിനാണ് കേട്ടോ ഈ മറിച്ചിടുന്നത്. അച്ഛനവിടെ നാടികാരായിരുന്നു ചിരകാട്ടാ. ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടേ അതിരിക്കുക. മൊത്തം ഒഴിക്കാട്ടോ. ഞാൻ 2 എണ്ണത്തിനില്ല, മൊത്തം ഒഴിച്ചു. അപ്പോൾ ലാസ്റ്റായിട്ടുള്ളത് നമുക്കൊന്ന് മടക്കിയെടുക്കാം. നമ്മളെടുക്കുമ്പോൾ എപ്പോഴും സാധനങ്ങൾ വളരെ കുറവെടുത്തുണ്ടാക്കിയാൽ മതി. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴായാലും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ആയാലും, അല്ലെങ്കിൽ നമുക്കേ കുറേ എടുത്തുണ്ടാക്കുമ്പോൾ ഒരു വെറുപ്പടിക്കില്ല. ശരിയായില്ലെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ കുറച്ച് ആകുമ്പോൾ നമുക്കത് ഒന്ന് പഠിച്ചതിന് ശേഷം അധികമൊക്കെ ആക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ചിലത് നമുക്ക് ഒട്ടും ശരിയാവാണ്ട് വരുവേ. ഇത്തിരി കനം കൂടിപ്പോയില്ലേ, അതാ മടങ്ങാത്ത. കനം കുറച്ച് തന്നെ ആക്കണം കേട്ടോ. എപ്പോഴും മടങ്ങാനതിന് ഒരു വിഷമുണ്ട്. ചൂടാറിയിട്ട് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതിൽ ചട്ടിയിൽ വെച്ച് മൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ കണ്ട നല്ല ഭംഗിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഭംഗിയിലായിട്ട് കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പം അച്ഛനൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. കൊടുക്കാം. ചൂടുള്ളത് വേണോ ചൂടില്ലാത്തത് വേണോ? ചൂട് കുറവ് മതി. കൈമുള്ളതാ. ശരി. എന്താ ഫില്ലിങ്സ് കാണിച്ചു കൊടുത്ത് മുട്ടയുടെ രസവും ഒക്കെ കൂടി ആയിട്ട് നല്ല രസമുണ്ടല്ലേ കേട്ടോ. കുഴപ്പമില്ല. ചേട്ടനൊന്നും നാ മതി, വേറെ നാളില്ല കേട്ടാ. ആ ചോറുന്നാ ബുദ്ധിമുട്ടാ. മക്കളൊക്കെ വരും. അപ്പോൾ അവർക്ക് 4 എണ്ണം ഇട്ടുണ്ടാക്കിയ 4 എണ്ണം. ആ മാവ് എടുത്തിട്ട് 200 ഗ്രാം. അപ്പം 50 ഗ്രാം മാവായിട്ടുണ്ട് ഒരെണ്ണത്തിന്. പിന്നെ ചിക്കനൊക്കെ ഇങ്ങനെ നിറയെ വെക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാട്ടാ. ഇത്തിരി കുറവായിരുന്നു ചിക്കൻ. എന്നാലും കുഴപ്പമില്ല കേട്ടാ. അപ്പോൾ അതേ ഇവിടെ അച്ചക്കപ്പഴ പഠിക്കുന്നത് പോയിട്ട് കുറച്ച് മീൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ 1/2 കിലോ ഉണ്ട് കേട്ടോ. കുറച്ചും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത് കൊഞ്ച് ചെമ്മീനും കൊഞ്ചും വ്യത്യാസം ഉണ്ടാണോ അല്ലേ? ഉണ്ടാ ചേട്ടാ. കൊഞ്ചിന് വലിയത് ഞാൻ തോന്നില്ല പറയുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ഇതൊന്ന് നന്നാക്കി എടുത്തിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ഒരു വെറൈറ്റി ഇതിലൊക്കെ കാണിക്കുന്ന പോലെ തന്നെ ഞാൻ കാണിച്ചിട്ടില്ലേ അതൊന്നും ഇതുവരെ. അപ്പോൾ നമ്മൾ ഈ ചെമ്മീനൊക്കെ കഴുകിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. നല്ല ക്ലീൻ ചെയ്ത് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയത് നോക്കി ഞങ്ങളൊരു 10 എണ്ണം മാറ്റി വയ്ക്കാം. ചെമ്മീനൊക്കെ എന്തോരം മേടിച്ചാലും ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. കുറേ മേടിക്കാട്ടാ, കുഴപ്പമില്ല. നമ്മളിത് 1/2 കിലോനല്ലോ. 1/2 കിലോന് 200 രൂപ, 400 രൂപ വില. എൻ്റെ ഭാഗ്യന് ശ്രീകുട്ടനാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടന് തന്നെ തിന്നാണ് ഉണ്ടാവുള്ളത്. അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ 2 മുളകിട്ടിട്ട് തിരിഞ്ഞ് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും നല്ല എരിവൊക്കെ വേണം. എന്നാലാ ചെമ്മീന് രസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു മധുരമുള്ളതല്ലേ ഈ മീൻ. കുറച്ച് ഉപ്പും കുറച്ച് നല്ല കളറിന് നല്ല കാശ്മീരി ചില്ലിയും കൂട്ടി അങ്ങോട്ട് നന്നായി ഒന്ന് തീരും. കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ നേരമുള്ളവർ ആണെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചാൽ നന്നായിട്ട് അങ്ങോട്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ പണി അവിടെ കഴിഞ്ഞു. ഇത് അവിടെ നീക്കി വയ്ക്കാം. ഇനി മറ്റേ ചെമ്മീൻ നമുക്ക് കറി വയ്ക്കാനുള്ളത് റെഡിയാക്കാം. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ.
അപ്പോൾ നമ്മൾ ചെമ്മീൻ കറി വയ്ക്കാം നമുക്ക്. അപ്പോഴേ ചെമ്മീൻ കറി ഞാൻ വെറുതെ കൂട്ടി വയ്ക്കുമ്പോഴേ ഒരു എന്താ പറയുക, ഒരു വെളുത്തിരിക്കൽ. അപ്പോൾ ഞാനത് വെളുപ്പ് കളറൊന്ന് മാറാനൊന്ന് വറുത്തിട്ടാക്കി നോക്കിയാലാന്നൊരു തോന്നൽ എനിക്ക്. അപ്പോൾ അത് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ തിളച്ച് വന്ന്, അപ്പോൾ ഉള്ളി പച്ചമുളകാണ് ഇത് കേട്ടോ, ചുവപ്പ് മുളകൊന്നല്ല, പഴുത്ത മുളകാണ് മാത്രം. പച്ചമുളക് ഇരുന്ന് പഴുത്തു പോയി. പഴുത്തിട്ടാണ് കടയിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ വീണ്ടും പഴുത്തു. എനിക്ക് പിന്നെ പഴുത്തത് ഇട്ടിട്ട് ഇപ്പോൾ പഴുത്തത് ഇടാനാ, ബംഗാളിയാ ഏതാ ജപ്പാനീസോളോ ആരെങ്ങാണ്ട് ഈ പഴുത്തത് കണ്ടമാനം ഉപയോഗിക്കില്ലേ, നേപ്പാളീസോള്, അവർക്ക് പഴുത്തത് നല്ല ഇഷ്ടം. അതുപോലെ ഞാനിപ്പോൾ അതൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് സാദാ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും ഒക്കെ അങ്ങോട്ട് ഇട്ടൊന്ന് നന്നായി ഇളക്കാം. അപ്പം അതിലേക്ക് നമുക്ക് നമ്മുടെ ചെമ്മീനിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ടിടുന്നത്. അതിലധികമായാലും കുഴപ്പമില്ല. നമ്മൾ ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് ശരിയാക്കുമ്പോഴേ ശരിയായിക്കോളും. അപ്പം അത് അങ്ങനെ അവിടെ ഇരുന്ന് ഒന്ന് അടച്ച് വെച്ച് നന്നായി ആവട്ടെ. വെള്ള കളർ പോകുമെന്ന് തോന്നുന്നില്ല, എന്നാലും അപ്പോഴേക്കും തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് തരട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ മീൻ കുറച്ച് നേരമായി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വരുന്ന വരയ്ക്കും അത് ഒന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കഷ്ണം കുറവായാലും ചാറ് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. കുടപ്പുളി ഞാൻ അടുപ്പത്ത് കണ്ട ഇത് ഞാനിവിടെ തിളയ്ക്കാനിട്ടിട്ടുണ്ട്. തിളയ്ക്കാനിടുന്നില്ല, മുഴുവനായിട്ട് ഇടണമെന്ന് വിചാരിച്ചാൽ ഇപ്പം നമുക്ക് ഇടാം കേട്ടോ. ചില കുടപ്പുളി നമ്മളെ മീൻ കറീനെ ചിലപ്പോൾ പിരിയിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ മിക്കതും തേങ്ങാപ്പാൽ നന്നായി തിളച്ചതായതിന് ശേഷമാണ് കുടപ്പുളി ഇടുള്ളൂ. ചെമ്മീൻ വറക്കാനുള്ള കുറച്ച് മാവ് തയ്യാറാക്കാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ ചെമ്മീനൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അവിടെ. ഇത് കുറച്ച് കടലമാവാണ് കേട്ടോ. കുറച്ച് ഒരു 50 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ കടലമാവ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. മറ്റേതിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടതാണല്ലോ, പിന്നെ എന്നാലും എരിവുണ്ടായിക്കോട്ടെ. എന്നാലും ഇത്തിരി നല്ല കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മുട്ട നന്നായി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല ഇത്തിരി കട്ടിയിലിരിക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ശരിയായില്ലേ. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഇങ്ങനെ തിളച്ച് മറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുടപ്പുളിയുടെ വെള്ളം ഇതിൽ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അവിടെ പുളി നോക്കാം. പുളി ഉണ്ടായോ ഇല്ലേ? കഷ്ണം വേണമെങ്കിൽ ഇടാം കേട്ടോ. പുളി കുറവാണെങ്കിൽ അതിൻ്റെ കൊറ്റനില്ല ഇത് കുടപ്പുളി, അത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. വേണ്ടെങ്കിൽ അത് നമുക്ക് വേറൊരു കറിയിലേക്ക് ഉപയോഗിക്കാം. കുടപ്പുളി ടേസ്റ്റൊക്കെ ഉണ്ട്. പുളി ഇത്തിരി കുറവാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ലൊരു പുളി നിൽക്കണേ. അപ്പോൾ ഞാൻ അത് മുഴുവൻ ഇടാൻ പോവാം കേട്ടോ. അപ്പം നമ്മൾ ചെമ്മീൻ്റെ കൂട്ടി വെച്ചപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് ഈ മാവിൽ കുറച്ച് വേപ്പിൻ്റെ ഇല, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടാട്ടോ ചേർക്കണം. ഇതിനേക്കാട്ടിൽ ഇത്തിരി കൂടി നന്നാവുക നിങ്ങൾ പേസ്റ്റാക്കിയിട്ട് ചേർത്താൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല കേട്ടോ, വെച്ചാൽ നല്ലതാണ്. അപ്പം നമ്മുടെ ചെമ്മീൻ കറിയുടെ പണി കഴിഞ്ഞിട്ട് ഇനി അതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ വറക്കാനായിട്ട് നമുക്കത് ഓരോന്നായിട്ട് ഇത്തിരിയും കൂടി കട്ടി അവിടെതാണെന്ന് മാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഈർക്കിലിയുമ്പോൾ കുത്തി അവനെ നിർത്താം നമുക്ക്. അപ്പം അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി അങ്ങനെ നമുക്ക് കാച്ചാം. ഉള്ളി കുറച്ച് മൂപ്പ് കൂടിയോ എന്നൊരു സംശയം.
ഞാൻ വേറെ ഇത്തിരി കൂടി മാവ് അതിൽ നിന്ന് പോയി. അപ്പം ഞാൻ വേറെ ഒന്ന് മാവിൽ മുക്കിയിട്ടതാണ്. അപ്പം ഇവിടെ ചെമ്മീൻ ഒരുവിധം മുരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടാണ്. നന്നായി മുരിയിട്ടെ, എന്നാലേ ചെമ്മീൻ നന്നായി വേവുള്ളേ. അധികം തീ കത്തിച്ചിട്ട് മുരിയിക്കണ്ട കേട്ടോ, കുറച്ചീശ തീയിൽ മുരിയിച്ചെടുക്കാം. ചെമ്മീൻ വേവണം, അല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ എല്ലാം ആയപ്പോഴേക്കും നമ്മുടെ ചോറും അങ്ങനെ വെന്ത് വന്നു കേട്ടോ. പച്ചൻ ചെമ്മീൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇല്ല ചെമ്മീൻ വെറുതെ വറക്കണത് എങ്ങനെ വറക്കണതാ ടേസ്റ്റ്? വെറുതെ വറക്കണത് അല്ലേ, അതിനൊരു പ്രത്യേക ടേസ്റ്റാ അല്ലേ? ഈർക്കിൽ വായിൽ കുത്തി ഇൻഫെക്ഷൻ ആവണ്ട. അപ്പം അതേ മക്കൾ വന്നു കേട്ടാ, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നവര്. അപ്പോൾ ദേ എൻ്റെ മക്കളൊക്കെ വരുന്നുണ്ട് കേട്ടാ. എല്ലാവരും ഹായ് പറഞ്ഞോ. അയ്യോ എല്ലാവരും ഒക്കെ ഇങ്ങോട്ട് കാണിക്കുക എല്ലാവരും. എന്റെ മോന് കൊടുക്ക്. മുത്തേ ഇങ്ങോട്ട് വാ. എങ്ങനെയുണ്ട് ഉണ്ണിയെ? വാ. എന്റെ മോൻ പറയും എങ്ങനെയുണ്ട്, രസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയും. അത് നമ്മളെ ഒറിജിനൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാ. ആർക്കും എടുത്തു വെച്ചിട്ടില്ല, അത്ര നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോ എപ്പോഴും ഇങ്ങനെ അടിപൊളി അടിപൊളി എന്ന് പറയില്ലല്ലോ. വീഡിയോ ഉണ്ട് പറഞ്ഞാൽ അപ്പൊ പറയാം അടിപൊളി. നല്ലൊരു സമയം. അങ്ങനെ മക്കളൊക്കെ വന്ന് അങ്ങനെ കാലത്ത് വീഡിയോ തുടങ്ങുമ്പോൾ ഇത്തിരി സങ്കടമൊക്കെ ആയിരുന്നെങ്കിലും വൈകുന്നേരം ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് വീഡിയോ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ.